ജനങ്ങളോട് എന്താ പറയുക, നിങ്ങൾ മാസാന്തരം നടക്കുന്ന സ്വലാത്തിൽ വന്ന ഒരു 1000 റുപ്യ കൊടുത്താൽ നിങ്ങളെ എന്ത് പ്രശ്നവും പരിഹരിക്കും എന്ന് പറഞ്ഞ ആൾക്കാർ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു 100 വീട് നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊരു 75% വീടും ലോൺ എടുത്ത് ജപ്തി ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കടവും പ്രതിസന്ധിയും ഒക്കെ പരിഹരിക്കുവാനുള്ള എളുപ്പ വഴിയാണെന്ത്, നിങ്ങളിവിടെ വന്നാൽ സാധാരണ ക്രിസ്തീയ സമൂഹത്തിലൊക്കെ നടക്കുന്ന പോലെ ധ്യാന സദസ്സ് പോലെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ആദ്യം 10,000 റുപ്യ തരുന്നവർക്ക് വേണ്ടി ദ്വാരക്കും, പിന്നെ 5000-ൻ്റെ ദ്വാ, പിന്നെ 3000-ൻ്റെ ദ്വാ, പിന്നെ 500-ൻ്റെ ദ്വാ. വലിയ സംഖ്യയുള്ളവരുടെ ആദ്യം വാങ്ങിച്ച് അവരുടെ ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞ് ദ്വാരന്ന് ഈ പരിപാടികൾ സമൂഹത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് അത്രമാത്രം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 1000 റുപ്യ കൊടുത്ത് പരിഹരിച്ച് പോവുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണല്ലോ എന്നതുകൊണ്ട് തന്നെ ചൂഷണങ്ങൾക്ക് വലിയ അവസരമുണ്ട്. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള പുതിയ തങ്ങന്മാരും പുതിയ ആത്മീയ നേതാക്കളൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഈ സഹോദരിമാരുടെയൊക്കെ ജീവിത പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഭർത്താക്കന്മാർ പോലും അറിയാതെ എങ്ങനെങ്കിലുമൊക്കെ ബസ് കയറി വന്ന് ആ സദസ്സിലൊന്ന് പങ്കെടുത്ത് ഉസ്താദിൻ്റെ വായിലൂടെ എൻ്റെ ഒരു പേരൊന്ന് പറഞ്ഞു കിട്ടിയാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കുമല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ആത്മീയ ചൂഷണം ഇത്രമേൽ വളർന്നു വർദ്ധിച്ചു വരുന്നത്.